ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ട്, അതായത് വൈക്കത്ത് നിന്നും ആലപ്പുഴ പോകുന്ന വഴി കാണുന്ന ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഏതാണ്ട് 1400 മീറ്റർ ദൈർഘ്യമുള്ള ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഈ ബ്രിഡ്ജ് രണ്ട് പോർഷനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സൈഡും ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്, ആ സൈഡ് ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ ഈ ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി കടലിൻ്റെ ഭാഗങ്ങളാണ്. കൊച്ചി കടലും കായലും അവിടെ നിന്ന് വെള്ളം, ഈ ഉപ്പ് കലർന്ന വെള്ളം ഈ കുട്ടനാടിൻ്റെ ഭാഗത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു തടയണ നിർമ്മിച്ചതാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ചും കോട്ടയം സൈഡും എല്ലാം ആ ഭാഗത്താണ്, കുമരകം എല്ലാം ആ ഭാഗമാണ്. ആ ഭാഗത്ത് കായലും കായലോരത്തും കൃഷിക്ക് ഉതകുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഈ ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറില്ല. ഈ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം വെള്ളം എല്ലാം കൂടുതൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ മണമലയാറ് എല്ലാ ആറുകളിൽ നിന്ന് പമ്പാടിൽ നിന്നെല്ലാം വെള്ളം ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ ക്രമാതീതമായി വെള്ളം ഉയർന്നാൽ മാത്രമാണ് ഈ ബ്രിഡ്ജ് തുറക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി സംഭവിക്കാതിരിക്കാൻ ഈ ബ്രിഡ്ജ് ക്ലോസ് ചെയ്തു. തണ്ണീർമുക്കം ബണ്ടെന്ന് എല്ലാവരും എപ്പോഴും പറയുമെങ്കിലും ഈ ബണ്ടിനെക്കുറിച്ചും ഈ ബണ്ടിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരുപാട് കാലങ്ങൾ എടുത്ത് പണിതീർത്ത ഒരു ബണ്ടാണ്. കേരളത്തിലെ ജീവിതമാർഗം ആളുകളുടെ കൃഷിയും കുട്ടനാട്ടിലെ നെല്ലും അതുപോലെ തന്നെ മത്സ്യസമ്പത്തെല്ലാമാണല്ലോ. ഉപ്പുവെള്ളം കൂടുതലായിട്ട് കയറി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ ഉതകില്ല. ഒപ്പം തന്നെ മത്സ്യ കൃഷിക്കാണെങ്കിലും അത് കടലിലുണ്ടാകുന്ന മീൻ കായലിലും പുഴയിലും ഒന്നും സാധാരണ കാണുകയില്ല. പുഴയിലുള്ള മീനുകൾക്ക് ഈ നമ്മുടെ ഉപ്പുവെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. പ്രകൃതിരമണീയമായ കേരളത്തിൻ്റെ തനിമ വിളിച്ചോണ്ടുന്ന ഈ തണ്ണീർമുക്കം ബണ്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടി ഞാൻ ഇന്ന് ഹിൽ പാലസിൽ നിന്നും വന്നതാണ്. ഈ ബണ്ട് കാണുക എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ, ഹിൽ പാലസ്.